ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ എല്ലാ മാസമുള്ള ഒരു ഹെയർ സ്പാ റൊട്ടീനാണ്. സോ ഞാൻ എല്ലാ മാസവും ഹെയർ സ്പാ ചെയ്യും. അതിന് ഉള്ള റീസൺ വന്നിട്ട് എന്താ എൻ്റെ ഹെയർ ഭയങ്കര ചകിരി പോലെ ഇരിക്കുന്ന ഹെയർ ആയിരുന്നു. ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ഏകദേശം 1.5 ഇയേഴ്സ് കൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ സ്പാ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര വ്യത്യാസം തന്നെയുണ്ട് അതുകൊണ്ട്. സോ ഞാൻ പോകുന്നത് കഴക്കൂട്ടത്തെ റോക്ക് പേപ്പർ ആൻഡ് സിസേഴ്സ് എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടി പാർലറിലാണ് ഞാൻ പോകുന്നത്. അപ്പോ സോ അന്ന് ഞാൻ അവിടെ ചെന്നു. അപ്പൊ ഞാൻ നോർമലി ചെയ്യുന്നത് നോർമൽ ഹെയർ സ്പാ ആണ്, അല്ലെങ്കിൽ ഡീപ് നറിഷിംഗ് ഹെയർ സ്പാ. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഞാൻ ചെയ്യുന്നത്. എനിക്ക് അവിടുത്തെ ആംബിയൻസ്, അവിടുത്തെ കളർ കോമ്പിനേഷൻ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് അവിടുന്ന് മാറി വേറൊരിടത്ത് പോവാൻ പോലും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. സോ അത് അവിടെയാണ് ഞാൻ എല്ലാ മാസവും പോകുന്നത്. അതായത് ഞാൻ ഹെയർ സ്പാ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈം മുതൽ ഞാൻ അവിടെ പോയിട്ടുള്ളൂ. മേ ബി ഇനി ചേഞ്ച് ചെയ്യുമായിരിക്കും, വേറെ ട്രൈ ചെയ്യണമെന്നുണ്ട് എനിക്ക്. പക്ഷെ എനിക്ക് അങ്ങോട്ട് അത്ര ഒരു കോൺഫിഡൻസ് ഇല്ല വേറെ ഒരെണ്ണം ട്രൈ ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഹെയർ വാഷ് ചെയ്യുക. അതായത് അവർ ഓരോ പ്രോസസ്സും ചെയ്യുന്നത് ഭയങ്കര എന്താ കീനായിട്ടാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര കീനാണ്, ക്ലീൻ ആണ്, നീറ്റ് ആണ്. ഐ മീൻ വെറുതെ കഴുകി വിടുകയല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ആദ്യമേ നമ്മളെ ഹെയർ നന്നായിട്ട് ഒരു വാഷ് ചെയ്യും. വാഷ് ചെയ്തതിന് ശേഷം നമ്മളുടെ പിന്നെയാണ് നമ്മൾ സ്പൈ സ്പാ ചെയ്യാനുള്ള പ്രോസസ്സിലേക്ക് പോകുന്നത്. സോ എനിക്ക് സ്പാ ചെയ്യാനായിട്ട് അവിടെ കുറേ റൂംസ് ഉണ്ട്. ബട്ട് എനിക്ക് എസ്പെഷ്യലി ഇഷ്ടമായിട്ടുള്ള ഒരു റൂമുണ്ട്. അപ്പം ഞാൻ എപ്പോഴും സ്പാ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും ആ റൂം അവൈലബിൾ ആയിരുന്നു എന്ന്. ഓക്കെ, അപ്പം സ്പാ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഹെയർ കട്ട് ചെയ്യണമായിരുന്നു. എൻ്റെ ഹെയറിൻ്റെ താഴെ കുറച്ച് സ്പ്ലിറ്റൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ലെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ സ്പാ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ലെയർ കട്ട് ചെയ്തു. അപ്പം എനിക്ക് ഇത് ചെയ്ത് തരുന്നത് പുഷ്പ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് കേട്ടോ. ആള് നേപ്പാളുകാരിയാണ്. സോ ആളാണ് എനിക്ക് ഞാൻ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ആള് ഉണ്ടോന്ന് ചോദിക്കും. ആള് ലീവ് ആവുന്ന ദിവസം ഞാൻ പോകത്തില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ പോവാറ്. സോ ആദ്യമേ അവര് ഓരോ ഹെയറും സ്പ്ലിറ്റ് ചെയ്ത് നമ്മളെ ഉം, എന്താ ലെയർ കട്ട് ചെയ്യാണ്. ഓൾറെഡി ഞാൻ ലെയർ കട്ട് ചെയ്തിട്ടുണ്ടായത് കൊണ്ട് എനിക്ക് കുറേ ടൈം വേണ്ടി വന്നില്ല, പെട്ടെന്ന് തന്നെ ഹെയർ ലെയർ കട്ട് ചെയ്യാൻ പറ്റി. ഞാൻ കട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 3 to 4 months ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല. അതുപോലെ വലിയൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തില്ല. ഓൾറെഡി ലെയർ കട്ട് ചെയ്ത് തന്നെയാണ് കിടന്നിരുന്നത്. So ഇതാണ് എൻ്റെ ലെയർ കട്ട് കഴിഞ്ഞിട്ടുള്ള ഹെയർ. ലെന്ത് ഒരുപാട് കുറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ലെന്ത് കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, കുറച്ച് നാളായതേ ഉള്ളൂ ഈ ലെയർ കട്ട് ചെയ്തിട്ട്. സോ എൻ്റെ ലെയർ കട്ട് അങ്ങനെ കഴിഞ്ഞു. നെക്സ്റ്റ് പ്രോസസ് ആണ് മൈ ഫേവറേറ്റ് പ്രോസസ്, ദാറ്റ് ഈസ് ഹെയർ സ്പാ. ഹെയർ സ്പാ എന്ന് പറയുന്നത് അവര് ഹെയർ സ്പാ ചെയ്യാനുള്ള ക്രീം എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഓരോ ഹെയറിൽ കുറച്ച് കുറച്ച് സെക്ഷൻസ് ആയിട്ട് അത് മാറ്റി വെക്കും. എന്നിട്ട് ഈ ഓരോ സെഷനിലും ക്രീം തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യും. ആ മസാജ് ഏകദേശം ഒരു 15 to 20 minutes നീണ്ടു നിൽക്കുന്ന ഒരു മസാജാണ്. ഈ മസാജിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരു ആംബിയൻസ് അവർ ക്രിയേറ്റ് ചെയ്യും. അതായത് എല്ലാ ലൈറ്റും വാങ്ങിച്ചിട്ടും ഒരു യെല്ലോ ലൈറ്റ് മാത്രം ഇട്ടിട്ട് ഒരു മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്തിട്ട് അടിപൊളിയാണ്. എനിക്ക് എങ്ങനെയാ പറയണ്ടേന്ന് അറിയില്ല. ഈ ഹെയർ സ്പാ ഞാൻ ഹെയറിന് നല്ലതാണ്. അത് കൂടാതെ എന്തിനാണ് ഇത് പോകുന്നത്, ഈ ഒരു മസാജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഐ മീൻ വെറുതെ ചെയ്ത് വിടുകയല്ല, അവർക്ക് വേണം, നമുക്ക് വേണം, ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഭയങ്കര സ്പീഡ് കൂട്ടി വെച്ചേക്കുന്നതുകൊണ്ടാണ് അങ്ങനെ നമുക്കത് കറക്റ്റ് ആയിട്ട് ആ ഫീല് കിട്ടാത്തത്. അല്ലെങ്കിൽ ഐ മീൻ ഓരോ പ്രസ് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ആ രീതിയിലാണ് അവർ ഹെയർ സ്പാ ചെയ്യുന്നത്. സോ ഐ ആം എൻജോയിങ് ദാറ്റ് പ്രോസസ്. എനിക്ക് ആ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്, എൻജോയ് ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ മാസവും ഹെയർ സ്പായ്ക്ക് പോകുന്നത്. സോ പുഷ്പ തന്നെയാണ് എനിക്ക് ഹെയർ സ്പാ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്താ ഫേഷ്യലും കൂടെ ചെയ്യണമെന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ക്ലീനപ്പ് മാത്രം ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതിനും കൂടെ ഞാൻ ഓൾറെഡി വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ക്ലീനപ്പും കൂടിയും ചെയ്യണേന്. പിന്നെ നമ്മൾ ഹെയർ ഐ മീൻ ഹെഡ് മസാജ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫോർഹെഡ് മസാജും പിന്നെ ഹാൻഡും അങ്ങനെ കുറച്ച് മസാജും കൂടെ അവർ ചെയ്തു തരും. എനിവേ അടിപൊളിയാണ് കേട്ടോ ഹെയർ സ്പാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹെയർ സ്പാ ചെയ്യാനും എല്ലാം. പ്രത്യേകിച്ച് അവരുടെ സർവീസ് അടിപൊളിയാണ്. അപ്പം കഴക്കൂട്ടത്ത് റോക്ക് പെപ്പർ ആൻഡ് സിസേഴ്സ് എന്ന് പറയുന്ന ഒരു സലൂണിലാണ് ഞാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ ഹെയർ സ്പായിൽ ഞാൻ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. നമ്മളുടെ ബാക്കിനുള്ള സ്പൈനൽ ആ ഒരു ഭാഗമൊക്കെ അവർ നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് സെറ്റാക്കി തരും. നമ്മളെ കൈയും അതുപോലെ തന്നെ ഫിംഗേഴ്സും പാം അതൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് തരും. ഇപ്പൊ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇനി ത്രെഡിങ് ആണോ അങ്ങനെ എനിക്ക് സംശയമുണ്ട്. അതായത് ത്രെഡും ചെയ്യണമായിരുന്നു. അത് ഫേഷ്യൽ ഉണ്ടായിരുന്നു. സോ ഏതാണെന്ന് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ പറയുന്നത്, അതായത് ഫേഷ്യൽ ചെയ്തിട്ടേ ത്രെഡ് ചെയ്യുള്ളൂ, അല്ലാണ്ട് അവർ ത്രെഡ് ചെയ്യില്ലാന്ന്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫേഷ്യലിലേക്ക് പോയി. ഫേഷ്യലാകുമ്പോൾ ആദ്യമേ നമ്മളുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യും. ഞാനാണെങ്കിൽ അന്ന് മുകളിലും താഴെയെല്ലാം കണ്ണ് എഴുതിയിട്ടുണ്ടായിരുന്നു. സോ ആ ഡാർക്ക് സർക്കിൾസ് നമുക്ക് മുകളിലും താഴെ നമ്മൾ കണ്ണെഴുതുകയാണെങ്കിൽ നന്നായിട്ട് ആ ഡാർക്ക് സർക്കിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ മോസ്റ്റ് ഓഫ് ദ ഡേയ്സിൽ മുകളിൽ മാത്രമേ ഞാൻ കണ്ണെഴുതാറുള്ളൂ, താഴെ കണ്ണെഴുതാറില്ല. മെയിൻ കാരണം ഇതാണ് കേട്ടോ, നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ അങ്ങനെ ഫേസ് ആദ്യമേ ഒരു ഫേസ് വാഷ് ചെയ്ത് ക്ലെൻസ് ചെയ്യാണ്. അങ്ങനെ എൻ്റെ ക്ലെൻസിങ് പരിപാടികളൊക്കെ നടക്കുമായിരുന്നു. സോ നമ്മളുടെ സാധാരണ പ്രോസസ്സ് ചെയ്യുന്ന പോലെ തന്നെ ക്ലെൻസിങ് കഴിഞ്ഞിട്ട് സ്ക്രബിങ് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റീമിങ്, അങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണ് അത് പോകുന്നത്. സോ ക്ലെൻസിങ് കഴിഞ്ഞു, അതിനുശേഷം സ്ക്രബിങ്ങും കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റീമിങ് ആണ്. സ്റ്റീമിങ്ങിൻ്റെ സമയത്ത് അവർ നമ്മുടെ കണ്ണൂർ ടിഷ്യൂ പേപ്പറിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് അവർ അടച്ചു വെക്കും. അതിനുശേഷമാണ് അവർ സ്റ്റീമിങ് സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ എനിക്ക് നിറയെ കൊമിഡോൺസും ബ്ലാക്ക് ഹെഡ്സ് പക്ഷെ ഒരുപാടില്ല, എനിക്ക് കൊമിഡോൺസ് ഒരുപാടുണ്ട്. ഞാൻ കൊമിഡോൺസിൻ്റെ ട്രീറ്റ്മെൻറ്റും എടുത്തായിരുന്നു കുറേ നാൾ. സോ നല്ല രീതിക്ക് എനിക്ക് കൊമിഡോൺസ് ഉണ്ട്. അവർ നന്നായിട്ട് കൊമിഡോൺസ് ഒക്കെ എടുത്ത് കളയാറും ബ്ലാക്ക് ഹെഡ്സ് കളയാറും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ചില പാർലറിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമ്മൾ തന്നെ പറയണം സ്റ്റീം ചെയ്യാൻ, ചിലർ ചെയ്യില്ല, പക്ഷെ ഇവിടെ അവർ തന്നെ ചെയ്തോളും. അതിനുശേഷം ഞാൻ അവിടെ ഒരു ഫേസ് പാക്ക് ഇട്ടെന്ന് ഭൂതത്തെ പോലുണ്ട്, കണ്ണ് മാത്രം തെളിഞ്ഞിട്ട്. അത് കഴിഞ്ഞു എൻ്റെ ഫേഷ്യലിൻ്റെ ഫേഷ്യൽ എല്ലാം കഴിഞ്ഞു. പിന്നെ എനിക്ക് ഹെയർ വാഷ് ആണ്. അപ്പോൾ അവർ സ്പാ ക്രീം തലയിൽ വെച്ചിരിക്കുമായിരുന്നു. ഞാൻ പിന്നെ അതും അവർ നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു. അപ്പം നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് കൂടെ അതവിടെ ഇരിക്കുന്നതുകൊണ്ട് നമ്മളുടെ ആ ഹെയർ കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആവാനും ഷൈനി ആവാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ സ്റ്റീം എടുക്കത്തില്ല കേട്ടോ, അതായത് നമ്മളുടെ ഹെയർ ഇതിട്ടിട്ട് നമ്മൾ സ്റ്റീം എടുക്കുമല്ലോ, അത് ഞാൻ എടുക്കാറില്ല. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ കുറച്ചുകൂടെ ഡ്രൈ ആവും. സോ ഞാൻ അത് എടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ വാഷ് കഴിഞ്ഞിട്ടുള്ള ഒരു കോലം വന്നിട്ട്. ഹെയറിൻ്റെ ലെന്ത് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് എനിക്ക് ഉണ്ടായിരുന്ന ലെന്തിൽ നിന്ന് ഒരുപാട് ഞാൻ കുറഞ്ഞിട്ടില്ല. കാരണം 3 months മുന്നേ ആണ് ഞാൻ ഒന്ന് ലെയർ ചെയ്തത്. സോ ഒരുപാട് കുറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മളെ ഹെയർ വാഷും കഴിഞ്ഞു, ഫേഷ്യൽ കഴിഞ്ഞു. ഇത് ത്രെഡിങ് ആണ്. സോ ഞാൻ ത്രെഡ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ ആണ്. ഞാൻ ചിലപ്പോഴെങ്കിൽ എന്താ ഫുൾ ഫേസ് ത്രെഡ് ചെയ്യാറുണ്ട്, അപ്പർ ലിപ്സും ഫുൾ ഫേസും ത്രെഡ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ഭയങ്കര പെയിൻഫുൾ ആണ്, നല്ല പെയിൻഫുൾ ആയിരുന്നു. അങ്ങനെ എൻ്റെ ത്രെഡിങ് പ്രോസസ്സും കഴിഞ്ഞു. ത്രെഡിങ് കഴിഞ്ഞിട്ട് ഇതാണ് അപ്പോൾ എൻ്റെ ലെയർ കട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. ദിസ് ഈസ് മൈ ഹെയർ. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.